ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ എടുത്ത് നന്നായി നമ്മൾ ആ ചെടി ഹെൽത്തി ആക്കിയിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഇനി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. അത് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. കുറേ പോട്ടുകളിലായിട്ട് നമ്മൾ ഇതുപോലെ പല ടൈമിലായിട്ട് റീപോർട്ടൊക്കെ ചെയ്ത് അതുപോലെ പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം തൈകളൊക്കെ വന്നൊരു സക്സസ് പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഇല നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറച്ച് മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇവിടുന്ന് അടിയിലേക്കുള്ള ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയ പോട്ടാണെങ്കിൽ ഒരുപാട് തൈകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വളം ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് തവണയായിട്ട് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്തതൊക്കെയാണ് ഉള്ളത്. നമ്മുടെ അടുത്ത് മെയിനായിട്ട് 2 തരത്തിലുള്ള സക്സസ് പ്ലാന്റ് ആണുള്ളത്. ഒന്ന് ഈ ബ്ലാക്ക് ലീഫ് വരുന്നതാണ്, പിന്നെ ഒന്ന് സാധാരണ എല്ലായിടത്തിലും കാണുന്ന ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്നതുമാണ് നമുക്കുള്ളത്. മുന്നേ നമ്മൾ ഇതിൻ്റെ ഇല കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ തണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വേര് പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോർ ആയിട്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെച്ചെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ സക്സസ് പ്ലാന്റ്. തന്നെ നമ്മളെ ഡൈനിങ് ഏരിയയിലൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജനൊക്കെ പ്യൂരിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ്. നമുക്കൊരു പ്രാവശ്യം ഇതിന് നല്ലൊരു തണ്ടുകളോട് ലീഫുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം ഈ ലീഫ് ഇതുപോലെ തന്നെ നിൽക്കുന്നുള്ളതാണ് പ്രത്യേകത. ചെടിക്ക് വല്ല കേടുപാടും സംഭവിച്ചാൽ മാത്രമേ ഇതിൻ്റെ ലീഫുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവുള്ളൂ. ഇപ്പോൾ തന്നെ ഈ ലീഫൊക്കെ നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഷൈനിങ് ഉള്ള ലീഫാണ്. ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഈടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലരും ഇതൊക്കെ നല്ല ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ല മിനുസാക്കി വെക്കാറുണ്ട്. ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മളെ ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വലിച്ചെടുക്കുമ്പോൾ മെല്ലെ വലിച്ചെടുക്കാൻ നോക്കണം. കാരണം ഇതിൻ്റെ വേരിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ബൾബ് ഉണ്ടാവുന്നതാണ്. അത് കളയാതെ തന്നെ നമ്മൾ എടുക്കണം. കുറേ തൈകളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കട്ടിയുള്ള വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു ബൾബ് അല്ലെങ്കിൽ കിഴങ്ങെന്ന് പറയുന്നത്. ഇതിന് നല്ല ബൾബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഭാഗത്ത് ഇതിൻ്റെ ബൾബ് കുറച്ച് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇലകൾക്ക് മഞ്ഞ നിറം വരുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അത് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പം കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട്. മണ്ണ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ബൾബ് ഇങ്ങനെ ചീഞ്ഞു പോയത്. അപ്പോൾ നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്തിട്ട് ഈ ചെടീനെ എത്രയും പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ട്. എല്ലാത്തിനും അത്യാവശ്യം നല്ല വലിയ ബൾബുകളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ചെടി നമുക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വലിയ ചെടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടിച്ച വേരുകളും അതുപോലെ തന്നെ നല്ല വലിയ ബൾബുകളുമാണ് ഉള്ളത്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ പോട്ടി മിക്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് പോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് നന്നായി നമ്മളെ ചെടി ഹെൽത്തി ആക്കിയിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മണ്ണിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. കാരണം ഇപ്പോൾ മഴയും കൂടിയും പെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള സോയിലിൽ വെച്ചാലേ ഉള്ളൂ ഈ ചെടി നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ ഒരു തൈക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഡാമേജ് ആയിട്ടുള്ളൂ. ഈ ഒരു തൈ നോക്കിയാൽ അറിയാം നല്ല പുതിയ വേരുകളൊക്കെ വന്നിട്ട് അത്യാവശ്യം ഹെൽത്തി തന്നെയാണ്. ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ്. നമ്മൾ ഗാർഡനിങ് സോയിലും മണലും കൂടിയും ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ്. അത്യാവശ്യം വെള്ളമൊന്നും ഇല്ലാതെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം കൂടുതൽ വളപ്രയോഗങ്ങളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അപ്പോൾ ഈ മണ്ണും മണലും പിന്നെ കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റും കൂടിയും ചേർന്നിട്ടുള്ളത് ആ മിശ്രിതമാണ്. നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തൈകൾ മാറ്റി നടാം. ചെറിയ തൈ മാറ്റി നടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചെറിയ പോട്ടും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ഒന്ന് ചേർക്കാം.
കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ചെടി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് പോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിയ പോട്ടിൽ നമ്മൾ ആ വലിയ തൈ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിടുന്നുണ്ട്. ഈ ഒരു പോട്ടിലേക്ക് തന്നെ നമ്മൾ വേറൊരു തൈയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്, മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 തൈ ഈ ഒരു പോട്ടിലും വെക്കുന്നുണ്ട്. കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗത്തും കൂടി നമ്മൾ മണ്ണിട്ടിട്ട് നമ്മൾ പോട്ടൊന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പോട്ടും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സെറ്റ്സർ പ്ലാനിൻ്റെ ഈ റിപ്പോർട്ടിംഗ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് തൈകളൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ചെടി നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ചെറിയ പോട്ടിൽ നിന്ന് ഒരുപാട് തൈകളാകുമ്പോൾ എല്ലാവർക്കും കൂടി അതിൽ തിങ്ങി നിന്ന് അതിന് വളക്കുറവൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിന്നാലും നമ്മുടെ ഈ ബൾബ് ഇപ്പം കേടാവുമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇലകൾക്കും ചെടികളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മഞ്ഞ നിറമോ അതുപോലെ ചീഞ്ഞൊക്കെ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെറ്റാക്കി എടുത്തിട്ടുള്ള പോട്ടിൽ നമ്മൾ കുറച്ച് പായൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് മതിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ പായൽ കിട്ടാനുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ചുരണ്ടി എടുത്തിട്ട് ഈ ഒരു ചെടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. മുന്നേ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.